ഡോക്ടർ കെ പി വിപിൻ ചന്ദ്രനിലേക്ക് കൂടി എത്തുകയാണ്. ഇന്നത്തെ യുവതയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാപനത്തിൽ എംപ്ലോയിഡ് ആകുക എന്നതിലുപരി സ്വന്തമായി സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ പേരും. സ്റ്റാർട്ടപ്പുകളിൽ 27 മേഖലകളിൽ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത്തവണത്തെ ബജറ്റ് പ്രഖ്യാപനത്തിൽ. മാത്രവുമല്ല 20 കോടി വരെ വായ്പ നൽകുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് ഇന്നത്തെ യുവാക്കളുടെ താല്പര്യമനുസരിച്ചുള്ള ഒരു പ്രഖ്യാപനമായി ഈ ഒരു ഘട്ടത്തിൽ കാണാൻ സാധിക്കുമോ? നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ യുവാക്കളുടെ ഒരു പ്രാതിനിധ്യം വിലയിരുത്തുമ്പോൾ അതൊരു മിക്സഡ് പിക്ചർ ആയിട്ട് മാത്രമേ വിലയിരുത്താൻ പറ്റുകയുള്ളൂ. ഒരു സൈഡിൽ ചില പ്രഖ്യാപനങ്ങൾ മെച്ചപ്പെട്ട നല്ല പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ഒരു സംശയവുമില്ല. എ ഐ അധിഷ്ഠിത വിദ്യാഭ്യാസത്തിനും ചില സ്കിൽ എൻഹാൻസ്മെന്റിനുള്ള ചില പ്രോഗ്രാംസുകൾ ഒരു സൈഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനൊപ്പം പിന്നെ മറ്റു ചില ഇപ്പം ഇവിടെ ചോദ്യം ചോദിച്ച പോലെ MSME മേഖലകളിലും ചില ഇനീഷ്യേറ്റീവ്സ് കാണാം. പക്ഷേ നമ്മൾ ഇന്ത്യയിലെ യുവാക്കളുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ കുറിച്ച് വിലയിരുത്തുമ്പോൾ ഈ പ്രഖ്യാപിച്ച ഓൾറെഡി ഈ പ്രഖ്യാപനങ്ങൾ മാത്രം മതിയോ എന്നതാണ് ഞാൻ ഉന്നയിക്കുന്ന ഒരു ചോദ്യം. ഉദാഹരണത്തിന് ഇപ്പൊ ഇന്ത്യയിലെ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഡെമോഗ്രഫിക് ഡിവിഡൻഡ് ഉള്ള ഒരു ജനത കൂടിയാണ്. ഇന്ത്യയിൽ തന്നെ ഇന്ത്യൻ ജനതയുടെ ഒരു മീഡിയൻ ഏജ് എടുത്തു നോക്കിയാൽ തന്നെ ഇന്ത്യയിലെ യുവജനസംഖ്യയുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് തന്നെ 28 വയസ്സാണ്, 29 വയസ്സാണ്. അപ്പൊ ലോകത്ത് തന്നെ ഏറ്റവും വലിയ യുവശക്തിയുള്ള ഒരു രാജ്യം, ആ രാജ്യത്ത് നമ്മൾ അഭിമുഖീകരിക്കുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. ആ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം ആണ് ഒന്ന് പറഞ്ഞാൽ ഒരു ചുരുക്കി ഇങ്ങനെ നമുക്ക് പറയാം, ഒരു എഡ്യൂക്കേഷൻ സ്കിൽ മിസ്മാച്ച്. അപ്പൊ ആ എഡ്യൂക്കേഷൻ സ്കിൽ മിസ്മാച്ച് എങ്ങനെ നമ്മൾ അഡ്രസ് ചെയ്യും? ആ എഡ്യൂക്കേഷൻ സ്കിൽ മിസ്മാച്ച് അഡ്രസ് ചെയ്യാനുള്ള ചില ഇനീഷ്യേറ്റീവാണ് ഞാൻ ഇപ്പം ഇവിടെ പറഞ്ഞുകൊണ്ട് ചില സ്കില്ലിംഗ് പ്രോഗ്രാം ഉണ്ട്, MSMEയിലുള്ള ചില ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. പക്ഷെ ആ MSMEയിലെ ഇനീഷ്യേറ്റീവോ അല്ലെങ്കിൽ ഈ രീതിയിലേക്കുള്ള ചെറിയ നയപരമായ ഇടപെടലുകൾ കൊണ്ട് മാത്രം ഇത്രത്തോളം പൊട്ടൻഷ്യലുള്ള, ലോകത്ത് തന്നെ ഏറ്റവും ഡെമോഗ്രഫിക് ഡിവിഡൻഡ് ഉള്ള ഹൈ പൊട്ടൻഷ്യൽ ആയ ഒരു സൊസൈറ്റിയിലുള്ള ജനതയെ ടാക്കിൾ ചെയ്യാൻ ഇത് മതിയോ എന്നതാണ് ചോദ്യം. അവിടെയാണ് നമ്മൾ. അപ്പം അവിടെ തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ ഇന്നത്തെ കാലത്ത് ഒരു നോളജ് ഇന്നവേഷൻ ടെക്നോളജി ഡ്രിവൺ എക്കോണമിയാണ്. അപ്പം ഈ നോളജ് ഇന്നവേഷൻ ടെക്നോളജി ഡ്രിവൺ എക്കോണമിയിൽ ഇന്ന് നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച പല പദ്ധതികൾ, പല പ്രോഗ്രാംസ് എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോഴും പിന്നെ അത് പര്യാപ്തമാണോ? കാരണം ആത്മനിർഭർ ഭാരത് മുതൽ ഇങ്ങോട്ട് കൃത്യമായിട്ട് MSME മേഖലക്ക് നല്ല ബിഗ് ബൂസ്റ്റ് കൊടുക്കുന്ന നല്ല പ്രോഗ്രാംസുകൾ ഉണ്ട്. സ്റ്റാർട്ടപ്സിന് പ്രത്യേക പരിഗണന കൊടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ബജറ്റിൽ തന്നെ പിന്നെ പ്രധാനമന്ത്രി ഒരു പ്രത്യേക പ്രോഗ്രാം ഉണ്ട്, ഒരു സ്പെഷ്യൽ സ്കോളർഷിപ്പ് ടൈപ്പ് പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. പക്ഷെ ഈ വർഷത്തെ ബജറ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് കണ്ടത് ഒരു സ്കീം പറഞ്ഞാല് ഒരു 5 ലക്ഷം സ്ത്രീകൾക്ക്, ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിലുള്ള സ്ത്രീകൾക്ക് ഫസ്റ്റ് ടൈം എന്റർപ്രണർ ആക്കാൻ പറ്റും. അതൊരു നല്ലൊരു ഇനീഷ്യേറ്റീവാണ്. ഫസ്റ്റ് ടൈം എന്റർപ്രണർ എന്നുള്ള രീതിയിൽ ഒരു 2 കോടി രൂപ വരെ അടുത്ത 5 വർഷത്തേക്ക് ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്ന ഒരു സ്കീമാണ്. പക്ഷെ ഇങ്ങനെയുള്ള ചില സ്കീമുകൾ മാത്രം ഉണ്ട് എന്ന് പറയുമ്പോഴും അടിസ്ഥാന പ്രശ്നങ്ങൾ, കാരണം ഈ ബജറ്റിൽ തന്നെ നമ്മൾ എടുത്ത് ഒന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ പീപ്പിൾ, ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇക്കോണമി ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇന്നവേഷൻ, ഈ രീതിയിലാണ് 3 പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് ഇൻ പീപ്പിൾ എന്ന് പറയുമ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലെ ജനതയിൽ ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ ആ ജനതയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വിദ്യാഭ്യാസ ആരോഗ്യ നിലവാരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇംപ്രൂവ് ഇതിൽ പിന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷേ ഇന്ത്യയിലുള്ള ബേസിക് പ്രശ്നം നമ്മൾ തന്നെ എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ അടിസ്ഥാനമായിട്ട് ഒരു ഹൈ എഡ്യൂക്കേഷൻ അൺഎംപ്ലോയ്മെന്റ് ഒരു സൊസൈറ്റി ആണ്. അതിന് ഓപ്പോസിറ്റ് സൈഡിൽ ഫീമെയിൽ വർക്ക് പാർട്ടിസിപ്പേഷൻ വളരെ പിന്നെ കമ്പാരിറ്റീവ്ലി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇംപ്രൂവ് ചെയ്തില്ല എന്നൊന്നും പറഞ്ഞില്ല, ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ അടിസ്ഥാനപരമായ ഏറ്റവും വലിയ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ എന്ന നിലയിലേക്ക് ഈ ബജറ്റ് എത്തുന്നുണ്ടോ എന്നൊരു സംശയം. പിന്നെ അതിനൊപ്പം തന്നെ നമുക്ക് കൂട്ടി വായിക്കാൻ പറ്റും, ഇൻഡയറക്ട്ലി ഇത് ഒരു എക്കോണമിക്ക് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആദായ നികുതിയിലുണ്ടായ പരിഷ്കാരം,
ഈ ആദായ നികുതിയിലുണ്ടായ പരിഷ്കാരം നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ അതൊരു ഡയറക്റ്റ് എഫക്ട് ഒരു മിഡിൽ ഇൻകത്തിന് മാത്രമായിരിക്കാം. പക്ഷെ അതിൽ ഇൻഡയറക്റ്റ് എഫക്ട്, അതാണ് ആ ഇൻഡയറക്റ്റ് എഫക്ട് എക്കോണമി ആസ് എ ഹോൾ, എക്കോണമിക്ക് മൊത്തമായിട്ട് വരുന്ന രീതിയിലേക്ക് മാറാം. പക്ഷെ ആ വരുന്ന രീതിയിലേക്ക് മാത്രം വരുന്നതിൽ എക്സ്പെക്ട് ചെയ്യാതെ ചില ഡയറക്റ്റ് പാക്കേജസ്, കാരണം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കി, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കുന്നു. ഗ്ലോബൽ കോമ്പറ്റീറ്റീവായ ഒരു ഹൈ ടെക്നോളജി ഡ്രിവൺ എക്കോണമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ അവിടുത്തെ ഏറ്റവും വലിയ മാൻ പവർ, ആ മാൻ പവറിനെ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു റൈറ്റ് അവസരമാണ്. ഈ റൈറ്റ് അവസരം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് അത്രേ ഉള്ളൂ. ഈ ഡെമോഗ്രഫിക് ഡിവിഡൻഡ് തന്നെ നമുക്ക് നഷ്ടപ്പെടാൻ ഒരു 2035 മാക്സിമം ഒരു 42 വരെ ഉള്ളൂ. അപ്പൊ ഇതൊരു റൈറ്റ് ടൈമാണ്. കാരണം ഒരു 2020 മുതൽ അല്ലെങ്കിൽ 2035 വരെയുള്ളതാണ് ഏറ്റവും റൈറ്റ് ടൈം. അപ്പൊ ഈ റൈറ്റ് ടൈമിൽ യൂത്തിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള നല്ല പ്രോപ്പർ പോളിസികൾ അല്ലെങ്കിൽ ഒരു സ്കിൽ മിഷൻസ് എല്ലാം ഉണ്ട്, സ്കിൽ ഇന്ത്യ മിഷൻസ് എല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും ഒരു നെക്സ്റ്റ് ലെവലിലേക്ക്, ഞാനതാ പറഞ്ഞത്, ഓൾറെഡി നല്ല പ്രോഗ്രാംസുകൾ നടപ്പിലാക്കുന്നുണ്ട്. പക്ഷെ അത് മാത്രമല്ല, അതിന് അപ്പുറത്തേക്ക് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ഫോക്കസ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി സ്പെസിഫിക് ആയ നല്ല പ്രോജക്ട്സുകൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ആ രീതിയിലേക്കാണ് ഞാൻ ഇതിനെ വിലയിരുത്തുമ്പോൾ ഒരു മിക്സഡ് ആയ അപ്രോച്ച്, ചില നല്ല